അമിതമായി ചായ കുടിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ദഹനക്കേട് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ കൂടുതൽ പേരും. രാവിലെ എണീക്കുമ്പോൾ മുതൽ തലവേദന വന്നാൽ വരെ ചായ കുടിക്കുന്നതാണ് നമ്മുടെ രീതി. ചായ കുടിച്ചാൽ ചർമ്മത്തിൻ്റെ നിറത്തിന് വ്യത്യാസമുണ്ടാകുമെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ മിഥ്യാധാരണയ്ക്കിടയിലും ഇന്ത്യയിൽ ചായയ്ക്ക് ഫാൻസ് ഏറെയാണ്. എന്നാൽ ചായയുടെ അമിത ഉപയോഗം നല്ലതല്ല. അമിതമായ ചായപ്രേമം ഒഴിവാക്കിയില്ലെങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഇതിന് പിന്നാലെ എത്തും. അമിതമായി ചായ കുടിക്കുമ്പോൾ ശരീരത്തിൽ കഫീൻ്റെ അളവ് വർദ്ധിക്കുന്നു. ചായയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായി ചായ കുടിക്കുമ്പോൾ കഫീൻ കൂടുതലായി ശരീരത്തിലെത്തുന്നു. ഇത് കാലക്രമേണ നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കുകയും പ്രായമുള്ളവരുടെ ശരീരം പോലെ ചുളിവുകളും വരകളും വരുത്തുകയും ചെയ്യും. ചായ കുടിക്കുന്നത് ഇടയ്ക്കിടെയുള്ള മൂത്രശങ്കയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന ശീലമുള്ളവർ നിരന്തരം വെള്ളം കുടിക്കുകയും വേണം. ചായയുടെ അമിത ഉപയോഗം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചായയിലെ കഫീൻ, ടാനിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ ആമാശയപാളികളെ പ്രകോപിപ്പിക്കുന്നു. ഇത് ദഹനക്കേട്, വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഗർഭിണികളും അമിതമായ അളവിൽ ചായ കുടിച്ചാൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ഹാനികരമായി ബാധിക്കും. ചായ അധികമായി കുടിക്കുന്നത് ഉറക്കക്കുറവിന് കാരണമായി തീരും. ഉറക്കം കുറയുന്നത് മാനസിക പിരിമുറുക്കം കൂട്ടുന്നതിന് കാരണമായി തീരും. ഉത്കണ്ഠ കൂടുകയും ചെയ്യും. അതിനാൽ രാത്രി ചായ കുടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. ചായ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് കാര്യമായ ഗുണങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. തലച്ചോറിനെ ഉദ്ദീപിപ്പിച്ച് അല്പനേരത്തേക്ക് അത് നിങ്ങൾക്ക് ഉണർവ് നൽകുമെന്ന് മാത്രം. എന്നാൽ സ്ഥിരമായി ചായ കുടിച്ച് ശീലിക്കുന്നവർക്ക് പൂർണ്ണമായും ചായ ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ചായയുടെ ഉപയോഗം നിർത്താൻ സാധിച്ചില്ലെങ്കിലും സ്ഥിരമായി കുടിക്കുന്നത് മെല്ലെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക.